വീണ്ടും ഞാൻ എൻ്റെ പച്ചപ്പാത്രമൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇതെൻ്റെ മീൻ വെക്കുന്ന പാത്രമാണ്. ഇന്നത്തെ നമ്മുടെ പച്ചപ്പാത്രത്തിൽ കേമനായിട്ട് ഇവൻ കിടക്കുന്നത് കണ്ടോ. ഇതൊരു അടിപൊളി കൊമ്പൻ സ്രാവാണെന്നൊക്കെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കൊമ്പൻ സ്രാവ് അല്ലെങ്കിലും കൊമ്പൻ സ്രാവിൻ്റെ കൊച്ചുമകനാണ് കേട്ടോ ഇവൻ. അപ്പോൾ ഇതിൻ്റെ മുഖം കണ്ടോ ഗൈസ്. പൊതുവേ ഇവിടെ കൊണ്ടുവരുന്ന സ്രാവില്ല, ഇതൊരു വേറെ വ്യത്യസ്ത തരം സ്രാവാണ്. ഇതിൻ്റെ പേരൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല. സ്രാവുകൾ എത്ര തരം ഉണ്ട് എന്ന് വരെ എനിക്കറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ സ്രാവ് ഏതാ തിമിങ്കൽ ഏതാ അതൊന്നും എനിക്കറിയില്ല ഗൈസ്. എന്തായാലും ഇവിടെ കിട്ടുന്ന മീൻ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് മാത്രമേ എനിക്കറിയുള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ താരം ഇവൻ തന്നെയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഏത് മീൻ കൊണ്ടുവന്നാലും എൻ്റെ വീഡിയോ എടുപ്പ് കഴിയാണ്ട് അമ്മയ്ക്ക് കറി വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അമ്മ വേഗം താ മോളെ ഞാനൊന്ന് മുറിച്ച് കറി വെക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വീഡിയോ എടുത്തിട്ട് വേഗം അങ്ങോട്ട് കൈമാറി കേട്ടോ. അങ്ങനെ അമ്മ അതാ മുറിക്കുന്നു കേട്ടോ. ഈ സ്രാവൊക്കെ മുറിക്കാൻ ഇത്രയ്ക്ക് വലിയ ടാസ്ക് ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. കറി പൊതുവേ ഞാൻ സ്രാവിൻ്റെ കറി അങ്ങനെ കൂട്ടാറില്ല. എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത മീനാണ് കേട്ടോ സ്രാവ്. ഇതിൻ്റെ ചൊയ എനിക്ക് പിടിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് സ്രാവ് ഇഷ്ടമാണോ? സ്രാവിൻ്റെ കറിയൊക്കെ ഇഷ്ടമാണോ? അമ്മൻ്റെ രീതിക്ക് ഇതാ സ്രാവൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് നമുക്ക് കറി വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കട്ടാണ് കേട്ടോ ഗൈസ്. അതിൻ്റെ പഞ്ഞീന്നാണ് എന്താണ് പറയാമെന്നറിയില്ല, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തൊരു കട്ടൊക്കെ ഉണ്ട്, അതൊക്കെ അമ്മ എനിക്ക് കാണിച്ചു തരായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അജിയേട്ടൻ കൊണ്ടുവന്ന അടിപൊളി കത്തീനെ കൊണ്ട് അമ്മ നല്ലോണം അടിപൊളിയായിട്ട് സ്രാവ് മുറിക്കുന്നുണ്ട്. ഞങ്ങൾ സ്രാവ് മുറിച്ചാണ് കത്തി ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. അങ്ങനെ ഇതാ സ്രാവ് കറിയൊക്കെ വെച്ചിട്ട് അതിലേക്ക് ഉള്ളിയും കൂടെ അങ്ങോട്ട് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. സ്രാവ് കറി എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകത്തില്ല. പക്ഷെ ഞാൻ ഒരു കഷ്ണം മീൻ എന്തായാലും